പാർലമെന്റിൽ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം എന്നത് നേരത്തെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. കർഷക വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കർഷക വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു എന്നാണോ? അനുജ, ഇരു സഭകളും ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭയിൽ ഇന്ന് ആദ്യ 11 മണിക്ക് സമ്മേളിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ബഹളമുണ്ടാവുകയും തുടർന്ന് പിരിയുകയുമായിരുന്നു. 12 മണിക്ക് വീണ്ടും സമ്മേളിപ്പിച്ചപ്പോഴും വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു. അതിൽ ഏറ്റവും ഉയർന്നു കേട്ട ശബ്ദം എന്നുള്ളത് കാർഷിക വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു. സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഘട്ടത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. അതേസമയം രാജ്യസഭയിൽ ഇന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലിനാണ് വേദിയായത്. പ്രത്യേകിച്ച് ജോർജ് സോറോസും കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷമാണ് ഇന്ന് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP അംഗങ്ങൾ അടക്കമുള്ള NDA അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ മറ്റ് പതിവ് വിഷയങ്ങൾ തന്നെ പ്രതിപക്ഷവും ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. ഈ അടിയന്തര പ്രമേയ നോട്ടീസുകളെല്ലാം സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ തള്ളിയ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ബഹളം ഉയർന്നു. എന്നാൽ ഭരണപക്ഷമാണ് ഇന്ന് ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിദേശ ശക്തികളുമായി കൂട്ടുചേർന്ന് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന വിഷയം ഗൗരവമുള്ള വിഷയമാണ് എന്നും ചർച്ച വേണമെന്നുമുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയത് ഭരണപക്ഷത്തിന്റെ സഭാകക്ഷി നേതാവ് JP നദ്ദയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുമാണ്. ഈ ചർച്ചകൾ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു. ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ചർച്ച അനുവദിച്ചത് എന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ചോദിച്ചു. തുടർന്ന് ഇരുപക്ഷത്തും ശക്തമായ ബഹളമുയർന്നതോടെ 2 മണിവരെ രാജ്യസഭയും പിരിയുകയായിരുന്നു.